നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. പറഞ്ഞില്ല, ഞാനൊരു ആശ്വാസത്തിന് അങ്ങ് പറഞ്ഞതാ. വാർഡനോടുണ്ടോ? മാഡം ഓഫീസിലുണ്ട്. അവിടെ ഓഫീസ്. പോലീസ് എന്തിനാ വന്നതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. അയ്യോ, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. നമ്മളിനി ഒളിവിൽ പോയേണ്ടി വരുമോ? അങ്ങനെയാണെങ്കിൽ കോട്ടയത്ത് എന്റെ അങ്കിളുടെ ഒരു ഫാം ഹൗസ് ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോയാലോ? നിന്റെ ഗുളിയം കയറിയ നാവുകൊണ്ട് ആവശ്യമില്ലാത്ത പറയാതടി. ആരവനെ ഒളിപ്പിച്ചതോ വണ്ടി പോലീസ് പൊക്കിയതും നമുക്ക് കുയിക്കായത് തന്നെ. നിങ്ങൾ ഇതിന്റെ ബഹളം വെക്കാതെ. ACP വന്ന എന്തിനാന്ന് നമുക്ക് അറിയില്ലല്ലോ. അയാൾ വന്നത് വേറെന്തെങ്കിലും കാര്യത്തിനാണെങ്കിലോ? വേറെന്ത് കാര്യം? ഈ കാര്യം തന്നെയാ. ഒന്നുകിൽ ആരവ്, അല്ലെങ്കിൽ നമ്മുടെ വണ്ടി. കുഴപ്പമായി. ഇനി അതിനാണ് അയാൾ വന്നിരിക്കുന്നതെങ്കിൽ തിരിച്ചും മറിച്ചും എന്ത് ചോദിച്ചാലും ആരവ് ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം പറയരുത്. ഈ ഹോസ്റ്റലിലെ കുട്ടികളുടെ വാഹനമാണോ കസ്റ്റഡിയിലെടുത്തത്? ഹോസ്റ്റലിന് സമീപം രാത്രിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു ആ വാഹനം. ചില സംശയങ്ങളുണ്ടായി, അതുകൊണ്ടാ ആ വാഹനങ്ങൾ ഞങ്ങൾ പിക്കപ്പ് ചെയ്തത്. അല്ല, എന്താ ഇപ്പൊ അങ്ങനൊരു സാഹചര്യം? മാം, മിനിസ്റ്ററുടെ മകൻ ഒരു ആക്രമണത്തിൽ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലാണ്. ആ ന്യൂസ് മേഡോ അറിഞ്ഞു കാണുമല്ലോ. ന്യൂസ് കണ്ടിരുന്നു. അതിന്റെ ഭാഗമായിട്ട് നടന്ന പോലീസ് പെട്രോളിങ്ങിനിടയില ഇവിടത്തെ കുട്ടികളുടെ വാഹനം കസ്റ്റഡിയിലെടുക്കേണ്ടി വന്നത്. ഇവിടുത്തെ കുട്ടികളുടെ വാഹനമാണ് അതെന്ന് ഉറപ്പുണ്ടോ? അത് ആ വാഹനം തന്നെയാണ് മാം. മാഡം അന്ന് സ്റ്റേഷനിൽ വന്ന് ഇറക്കിക്കൊണ്ട് പോയ ആ 5 പെൺകുട്ടികളെ അറിയില്ലേ? അവരുടെ വാഹനമാണത്. അവരുടെ വാഹനോ? ആ കുട്ടികൾ ഇന്നലെ രാത്രി എപ്പോഴാ വന്നത്? 9 മണിക്ക് ശേഷം ഗേറ്റ് ക്ലോസ് ചെയ്യും. 9 മണിക്ക് ശേഷമായിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പോ മാഡത്തിന് തന്നെ അവര് വന്ന സമയത്തിനൊരു തീർച്ചയില്ല അല്ലേ? ഇവിടെ നിന്ന് വാഹനത്തിൽ പോയവർ തിരിച്ച് വാഹനമില്ലാതെ മടങ്ങി വന്നപ്പോ മാഡം അതിന്റെ കാരണം അന്വേഷിച്ചില്ലേ? ഞാൻ അന്വേഷിക്കാതിരുന്നില്ല. പെട്രോള് തീർന്ന് വാഹനം റോഡിൽ പാർക്ക് ചെയ്തു എന്നാ അവരെന്നോട് പറഞ്ഞത്. വേറൊന്നും എനിക്കറിയില്ല. മാഡം, നിങ്ങൾ കുറച്ചുകൂടി ഉത്തരവാദിത്തം കാണിക്കണം. 9 മണി വരെ എത്താതിരുന്ന കുട്ടികളെ അന്വേഷിക്കുന്നതിന് പകരം നിങ്ങൾ ഗേറ്റ് ലോക്ക് ചെയ്തത് തീരെ ശരിയായില്ല. സർ, അത് ഈ ഹോസ്റ്റലിലെ പോളിസിയാണ്. ഹോസ്റ്റലിന്റെ പോളിസി ഇതാണെങ്കിൽ പിള്ളേരെല്ലാം പാതിരാത്രിയില് റോഡിലായിരിക്കുമല്ലോ. സർ, ഈ ഹോസ്റ്റലിലെ 5 പെൺകുട്ടികൾ പാതിരാത്രിയില് റോഡിലായിരുന്നില്ലേ? ഇതെന്തൊരു ഹോസ്റ്റലാ? പെൺകുട്ടികളെ പാരന്റ്സ് എന്ത് വിശ്വാസത്തിൽ ഇവിടേക്ക് അയക്കും? ആ കുട്ടികൾക്ക് പാതിരാത്രിയിൽ റോഡിൽ വെച്ച് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? എങ്കിൽ 1-ാം പ്രതി നിങ്ങളായനെ. അല്ല സർ, വന്ന കാര്യം പറഞ്ഞില്ല. ആ 5 പെൺകുട്ടികളെ ഞങ്ങൾക്ക് ചോദ്യം ചെയ്യണം. അതിന് മാഡത്തിന്റെ പെർമിഷൻ ആവശ്യമുണ്ട്. അവരെ ഒന്ന് വിളിക്കോ? ACP ഇതുവരെ പോയില്ലല്ലോ. ഡോക്ടർ ഗബ്രിയലിനെ പോലെ ഈ ACP ഹോസ്റ്റലിന്റെ ഗവേണിംഗ് ബോഡിയിലുള്ള ആളായിരിക്കോ? ആർക്കറിയാം. അകത്ത് എന്തോ സീരിയസ് ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ഹിറ്റ്ലറമ്മ വിളിക്കുന്നുണ്ട്. തീർന്നു, നമ്മുടെ കാര്യം കുഴപ്പത്തിലായി. ഹലോ മാം, നിങ്ങൾ റൂമിലാണോ പുറത്താണോ? ഞങ്ങൾ അനാവശ്യമായിട്ട് പുറത്തിറങ്ങാറില്ല മാം. ഇവിടെ തന്നെ ഉണ്ട്. സുന്ദരിമാർ 5 പേരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വാ. എന്തിനാ മാം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ACP വന്നിട്ടുണ്ട്. ACPക്ക് നിങ്ങൾ 5 പേരെയും കാണണം. നമ്മളെ അങ്ങോട്ട് വിളിക്കുന്നു. അതെ, ഇപ്പൊ വരാൻ പറ്റില്ല, നമ്മൾ കുളിക്കാം. വേണ്ട വേണ്ട വേണ്ട, നമ്മളെ ഫുഡ് കഴിക്കാന്ന് പറ. എന്തെങ്കിലും പറഞ്ഞൊന്ന് ഒഴിവാക്ക്. എന്തെങ്കിലും പറ. ഹലോ മാം, കുളിയും മേക്കപ്പും ഫുഡും ഒക്കെ പിന്നീടാകാം. നിങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് വാ. എന്നെ അങ്ങോട്ട് വരുത്തരുത്.
ഒരു രക്ഷയും ഇല്ല. നമ്മൾ 5 പേരും പെട്ടു. ചെന്നേ പറ്റൂ. ചെന്നില്ലെങ്കിൽ സംശയം ഉണ്ടാവും. നമ്മളെ എന്തായാലും ACP ക്വസ്റ്റ്യൻ ചെയ്യും, അത് ഉറപ്പാ. ACP എന്ത് ചോദിച്ചാലും പറയേണ്ടതൊക്കെ എല്ലാവർക്കും അറിയാലോ. വാ. ഹായ് സർ. സാറിന് ഞങ്ങളെ മനസ്സിലായില്ലേ? അന്ന് മറ്റേ അമ്മച്ചിയുടെ ബാഗ്, ക്യാഷ്, കള്ളൻ. ഇപ്പൊ സാറിന് മനസ്സിലായി കാണും അല്ലേ സർ? പിന്നെ നമ്മളെ കോളേജിന്റെ റീഡിംഗ് റൂമിൽ വെച്ച് കണ്ടായിരുന്നു. സാർ എന്തിനാ ഞങ്ങളെ കാണണമെന്ന് പറഞ്ഞത്? നിങ്ങളുടെ വണ്ടി പെട്രോൾ തീർന്ന് വഴിയിൽ കിടക്കുകയാണെന്നല്ലേ എന്നോട് പറഞ്ഞത്? അതെ മാം, പെട്രോൾ തീർന്നുകൊണ്ടാ ഞങ്ങള് വഴിയിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇങ്ങ് പോകുന്നത്. വണ്ടി എടുക്കാനായി ഞാൻ നിങ്ങളെ പറഞ്ഞയച്ചതല്ലേ? എന്നിട്ട് വണ്ടി എവിടെ? പോലീസ് എന്തിനാ ഇവിടെ വന്നത്? 5 സുന്ദരികളും പോലീസും തമ്മില് എന്തോ പ്രശ്നമുണ്ടല്ലോ. എന്തോ സീരിയസ് ആയ ഇഷ്യൂ ആണ്. വന്നിറങ്ങിയ ദിവസം തന്നെ പോലീസ് സ്റ്റേഷനിൽ കയറിയ ടീമല്ലേ? മാഡം നിങ്ങളോട് ചോദിച്ചു കേട്ടില്ലേ? KL 19N99 എന്ന നമ്പറിലുള്ള നിങ്ങളുടെ വണ്ടി എവിടെ? അതെ, ഞങ്ങള് വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് ചെന്നപ്പോ വണ്ടി അവിടെ ഇല്ല. സർ, വണ്ടി കാണാതായതിന് ഞങ്ങൾ സാറിനെ കാണാൻ വരാനിരിക്കായിരുന്നു. അപ്പോ ആ വാഹനം എവിടെയെന്ന് നിങ്ങൾക്കറിയില്ല? അത് വണ്ടി എടുത്തോണ്ട് പോയവർക്കറിയാം സാർ. ദേ, ഇവിടെ നിന്റെയൊക്കെ പതിവ് ഷോ കാണിക്കണ്ട. ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. നിങ്ങളുടെ വണ്ടി പോലീസ് പൊക്കി, അതറിയോ? ഓ, ഇപ്പൊ മനസ്സിലായി. അപ്പൊ സാറാണല്ലേ ഞങ്ങളുടെ വണ്ടി അടിച്ചോണ്ട് പോയത്? സർ, പോലീസ് പിടിക്കാനും മാത്രം ആ വണ്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല സർ, സത്യം. Shut up. എന്റെ ഒരു മുഖം മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. എനിക്ക് മറ്റൊരു മുഖം കൂടിയുണ്ട്, അതറിയോ? അറിയില്ല സർ, ഞങ്ങൾക്ക് സാറിന്റെ ഈ മുഖം മാത്രമേ അറിയൂ. ഇന്നലെ രാത്രിയിൽ നിങ്ങൾ ലേറ്റായിട്ടല്ലേ വന്നത്? അതിനെക്കുറിച്ച് സാറിന് നിങ്ങളോട് ചോദിക്കാനുള്ളത്. എന്താ സാർ ചോദിക്കാനുള്ളത്? ഇന്നലെ രാത്രി നിങ്ങളുടെ വാഹനത്തിൽ നിങ്ങൾ ആർക്കെങ്കിലും ലിഫ്റ്റ് കൊടുത്തായിരുന്നു? ഏയ് ഇല്ല സാർ. അന്നത്തെ ആ അമ്മച്ചിയുടെ പ്രശ്നത്തിന് ശേഷം ഞങ്ങൾ ആർക്കും ലിഫ്റ്റ് കൊടുക്കാറില്ല. വഴി വെച്ച് ഇനി സാറ് ചോദിച്ചാൽ പോലും ഞങ്ങൾ ലിഫ്റ്റ് തരില്ല. ഇവനെ നിങ്ങൾക്കറിയോ? ഇവനോ? ഇവനെ ഞങ്ങൾക്ക് നിങ്ങൾക്കറിയോ? ഇവിടെ ഞങ്ങൾക്ക് അറിയാം സർ. കമോൺ ടെൽ മീ, എങ്ങനെ അറിയാം? എവിടുന്നാ പരിചയം? പറ. ഇവനെ നിങ്ങൾക്ക് എങ്ങനെ അറിയാന്ന്? അത് പിന്നെ ഞങ്ങൾ പതിവായി പോകാറുള്ള റെസ്റ്റോറന്റിലെ വെയിറ്ററാ. അങ്ങനെ കണ്ടിട്ടുണ്ട്, വേറെ പരിചയമൊന്നുമില്ല. ആ അതെ, അങ്ങനെ അറിയാം. വേറെ ഒന്നും അറിയില്ല സർ. ഇന്നലെ രാത്രി ഇവൻ എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ കണ്ടിരുന്നോ? ഇന്നലെ രാത്രി ഞങ്ങളുടെ വണ്ടി സാർ സെർച്ച് ചെയ്തതല്ലേ? അതെ, ഞങ്ങളുടെ വണ്ടിയില് ഞങ്ങളല്ലാതെ വേറെ ആരും ഉണ്ടായിരുന്നില്ലല്ലോ. നിങ്ങളുടെ വണ്ടിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നല്ല ഞാൻ ചോദിച്ചത്. ഇവനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതാണ് എനിക്ക് അറിയേണ്ടത്. ഞങ്ങൾ കണ്ടില്ല സാർ. ഓക്കെ സർ, ഞങ്ങളെല്ലാം തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഞങ്ങളുടെ വണ്ടി വിട്ടുതരുമോ സർ, പ്ലീസ്? നിങ്ങൾ ഇപ്പൊ പറഞ്ഞതൊന്നും വെള്ളം തൊടാതെ ഞാൻ അങ്ങോട്ട് വിഴുങ്ങിയിട്ടില്ല. തൽക്കാലം ഇവരുടെ വണ്ടി വിട്ടുകൊടുക്കാൻ കഴിയില്ല. അങ്ങനെ പറയല്ലേ സർ.
വണ്ടിയില്ലാതെ ഞങ്ങൾക്ക് ശരിയാവില്ല. അതൊന്നും എന്റെ വിഷയമല്ല. നിങ്ങൾ റോഡിൽ വണ്ടി ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട എന്റെ സംശയങ്ങളൊന്നും ഇതുവരെ മാറിയിട്ടില്ല. ആ സ്ഥിതിക്ക് വണ്ടി റിലീസ് ചെയ്യാൻ സാധ്യമല്ല. ഐ എം സോറി. ഇങ്ങോട്ട് മാറ. അതെ മാം, ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല മാം. ഞങ്ങൾക്ക് ആ വണ്ടി ഇല്ലാതെ ജീവിക്കാനാവില്ല മാം. ആ വണ്ടി ഇല്ലാത്ത ജീവിതം ഞങ്ങൾക്ക് മാം ഇല്ലാത്ത ഹോസ്റ്റൽ പോലെയാണ് മാം. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു അംഗമാ ആ വണ്ടി. ഒരു കുടുംബത്തിൽ ഒരു അംഗം മിസ്സായ എന്തായിരിക്കും അവസ്ഥ? അതാണ് ഇപ്പൊ ഞങ്ങളുടെ അവസ്ഥ മാം. മതി, നിർത്ത്. ഇനി കൂടുതൽ സംസാരിക്കണ്ട. ഈ ഹോസ്റ്റലിന്റെ നിയമത്തിന് വിരുദ്ധമായി സഞ്ചരിച്ച ഇങ്ങനെയൊക്കെ നടക്കും. ഇവിടെ താമസിക്കുന്ന കുട്ടികൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനാ ഞാൻ ഇവിടെ നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. മാം, ഞങ്ങളുടെ വണ്ടി. നിനക്കൊക്കെ ഒന്നിനും ഇനി വണ്ടി വേണ്ട. വണ്ടിയില്ലാതെ നീയൊക്കെ നടന്നാ മതി. ഇനി അപ്പൊ അതാണല്ലേ പ്രശ്നം. കിരണേ, മുംബൈയിൽ വിളിച്ചതിന്റെ പപ്പയോടും മമ്മിയോട് പറ. എന്നാലേ ഇനി വണ്ടി കിട്ടത്തുള്ളൂ. അതിന്റെ ഒരാവശ്യവും കാണുന്നില്ല. നമുക്ക് വേറെ എന്തെങ്കിലും വഴി നോക്കാം. നടക്കങ്ങോട്ട്. വേഗം വാ. സ്റ്റോപ്പ്. നിങ്ങൾക്ക് എപ്പോഴും കേസാണല്ലോ. ഞങ്ങൾക്ക് കേസ് ഉണ്ടെന്ന് ഞങ്ങളുടെ നെറ്റിൽ എഴുതി വെച്ചിട്ടുണ്ടോ? നിങ്ങൾ വന്ന ദിവസം തന്നെ റീനാമ സ്റ്റേഷനിൽ കയറിയല്ലോ. ഓ, ഇപ്പോഴും പോലീസ് വന്നത് നിങ്ങൾ അന്വേഷിച്ചല്ലേ? നിങ്ങളെ അന്വേഷിച്ചല്ലോ പോലീസ് വന്നത്, ഞങ്ങളെ അന്വേഷിച്ചല്ലേ? അതിന് നിങ്ങളെ ചങ്കടിക്കുന്ന എന്തിനാ? ഞങ്ങൾക്കൊരു ചങ്കെടുപ്പുമില്ല. ഈ ഹോസ്റ്റലിൽ നാണക്കേടായില്ലേ? അതെന്താ? ഈ ഹോസ്റ്റലിൽ നാണക്കേടുണ്ടാക്കുന്ന പ്രവൃത്തി നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായോ? നിങ്ങൾ സ്വയം വെളിപ്പെടുത്തണ്ട. ഞങ്ങളെല്ലാം അറിഞ്ഞു. ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ഇതുവരെ പോലീസ് ഇവിടെ വന്നിട്ടില്ല. ആദ്യമായിട്ടാ ഇന്ന് പോലീസ് വരുന്നത്. പോലീസ് നിങ്ങളുടെ വണ്ടി എടുത്തോണ്ട് പോയല്ലേ? അതെ, ഞങ്ങളുടെ വണ്ടിയല്ലേ പോലീസ് കൊണ്ടുപോയത്. അതില് ഞങ്ങൾക്കില്ലാത്ത വിഷമം എന്തിനാ നിങ്ങൾക്ക്? നിങ്ങളിപ്പോ കരയും തോന്നുന്നല്ല. വണ്ടി പോലീസ് കൊണ്ടുപോയാ തിരിച്ചു കിട്ടാൻ കൊറേ പാടുപെടും. പോലീസെ പിടിച്ചെടുത്ത എത്ര വണ്ടികളാ സ്റ്റേഷൻ കോമ്പൗണ്ടിൽ കടന്ന് തുരുമ്പിക്കുന്നത്. നിങ്ങളുടെ പുതിയ വണ്ടിയല്ലേ? നിങ്ങക്ക് വണ്ടി തിരിച്ചു കിട്ടാനേ അലീന വിചാരിച്ചാ നടക്കും. അല്ല, ഇവൾക്ക് പോലീസ് ജോലി കിട്ടിയോ? കേസായിട്ടുണ്ടെങ്കിൽ പോലീസുകാര് വിചാരിച്ച പോലും വണ്ടി തിരികെ കിട്ടില്ല. എന്ന അലീന മനസ്സ് വെച്ച കാര്യം നടക്കും. ഇവളുടെ പപ്പ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ഒരു കോൾ ചെയ്താ മതി. നിങ്ങളുടെ വണ്ടി പോലീസ് എടുത്തുകൊണ്ട് പോയതുപോലെ തന്നെ തിരികെ കൊണ്ട് തരും. അതിനെന്റെ കാല് പിടിക്കാൻ ഇവര് തയ്യാറാവൂ? ആഹാ, 5 പേരും എന്റെ കാല് വീഴട്ടെ, അപ്പൊ ഞാൻ ആലോചിക്കാം.